കൊടിമരക്കൊള്ള കേസിൽ ആർക്കും മുൻകൂർ ജാമ്യം നൽകില്ലെന്ന് സുപ്രീംകോടതി. കൊടിമരത്തിലെ സ്വർണ്ണമടക്കം മോഷ്ടിച്ചില്ലേ എന്ന് കോടതി ചോദിച്ചു. SITക്ക് മുന്നിൽ ഹാജരാകണമെന്ന് മുൻ ദേവസ്വം സെക്രട്ടറി S. ജയശ്രീക്ക് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി സായ്കുമാർ ചേരുന്നു. സായ്കുമാർ, അങ്ങനെ കട്ടവരെയും കട്ടതിന്റെ പങ്കുപറ്റിയവരും ഒന്നും അങ്ങനെ മുൻകൂർ ജാമ്യം നൽകി രക്ഷപ്പെടാനൊന്നും ശ്രമിക്കേണ്ട. കൃത്യമായി ഇതിന്റെ ഒരു ആഴം ബോധ്യം പെടുന്ന തരത്തിൽ തന്നെയല്ലേ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ? സുപ്രീം കോടതി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കേസ് കൂടി, ഈ കൊടിമരത്തിലെ സ്വർണ്ണമടക്കം മോഷ്ടിച്ചില്ലേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മാത്രമല്ല, സെക്രട്ടറി S. ജയശ്രീക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു അല്ലേ? എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും റോഷ്നി, S. ജയശ്രീ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒപ്പിന്റെ ബലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത്. അങ്ങനെയാണ് ഈ ഒരു വലിയ തട്ടിപ്പ് നടന്നത് എന്നാണ് SIT സംശയിക്കുന്നത്. അതുകൊണ്ട് അവർ ഇപ്പോഴും സംശയനിഴലിലാണ്. പക്ഷേ അവർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി മുൻകൂർ ജാമ്യം വേണം എന്നതടക്കമുള്ള ആവശ്യവുമായാണ് പരമോന്നത കോടതിയിലേക്ക് പോയത്. പക്ഷേ ഈ SIT നടത്തുന്ന അന്വേഷണത്തിലൂടെ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് സുപ്രീം കോടതി. ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പരാമർശങ്ങൾ അങ്ങേയറ്റം ഗൗരവതരമാണ്. അതായത് ഇന്നിപ്പോൾ SIT ജയശ്രീ നൽകിയ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കുന്നുണ്ട്. അവർക്ക് ആ മുൻകൂർ ജാമ്യം ഒരു കാരണവശാലും നൽകരുത് എന്നാണ് SIT പറയുന്നത്. ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ഉദ്യോഗസ്ഥയായിരുന്ന ജയശ്രീ പ്രവർത്തിച്ചു എന്നാണ് SIT വാദിച്ചത്. അതോടൊപ്പം അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് കേസിന്റെ മുന്നോട്ട് പോക്കിന് വളരെ അനിവാര്യതയുള്ള ഒരു കാര്യമാണ് എന്ന് SIT കോടതിയിൽ വാദിച്ചു. ആ സമയത്താണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വളരെ ഗൗരവമുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായത്. ഒരു കാരണവശാലും ആർക്കും ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അങ്ങനെയാണ് കോടതി കൊടിമരത്തിലെ സ്വർണ്ണമടക്കം മോഷ്ടിക്കപ്പെട്ടിട്ടില്ലേ എന്ന വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം കൂടി ഈ വാദത്തിനിടെ കോടതി ഉന്നയിച്ചത്. അത്തരം വാർത്തകൾ ഇന്നലെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇന്നലെയാണ് നമ്മളടക്കം അതുമായി ബന്ധപ്പെട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള ചില വിവരങ്ങൾ, കൊടിമരത്തിലെ അടക്കം സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്നടക്കമുള്ള ഗൗരവമുള്ള വാർത്തകൾ കൊടുത്തത്. ആ വാർത്ത സുപ്രീം കോടതിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവ് നീട്ടിയിട്ടുണ്ട്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ അത് പരിഗണിക്കുന്നത് മാറ്റി അത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് അവർക്ക് ആവശ്യപ്പെട്ടത്. ആവശ്യമെങ്കിൽ എയിംസിൽ ചികിത്സ നൽകണം എന്നൊക്കെ കോടതി പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നടക്കുന്ന അന്വേഷണത്തോട് ജയശ്രീ സഹകരിക്കണം എന്ന് സുപ്രീം കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ അന്വേഷണവുമായി സഹകരിക്കണം. അതോടൊപ്പം ഇവിടെ നടന്നിട്ടുള്ളത് ചെറിയ തട്ടിപ്പല്ല എന്ന് കൂടി കോടതി ഇപ്പോൾ പറയുകയാണ് റോഷ്നി. അതായത് കൊടിമരത്തിലെ സ്വർണ്ണമടക്കം മോഷ്ടിക്കപ്പെട്ടില്ല, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരും ജാമ്യത്തിന് പോലും അർഹരല്ല എന്ന വളരെ ഗൗരവമുള്ള ചില പരാമർശങ്ങൾ കൂടി സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണ്. ഇത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന SIT അന്വേഷണമാണ്. ഹൈക്കോടതി അതിൽ കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. SIT സുപ്രീം കോടതിയിലും ഇതിന്റെ ഗൗരവം കൃത്യമായി വാദിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇന്നിപ്പോൾ ഇത്തരം ഒരു പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. തീർച്ചയായും സായ്കുമാർ, കൊടിമരത്തെ കുറിച്ച് തന്നെയാണ് കോടതി എടുത്തു പറഞ്ഞത്. അതിൽ വിജിലൻസിന്റെ അന്വേഷണം ഏത് രീതിക്ക് നടക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിപ്പോൾ കൊടിമരക്കൊള്ളയിൽ SITക്ക് കത്ത് നൽകിയിരിക്കുന്നു. വിജിലൻസ് സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സെലിബ്രിറ്റികൾ ഉൾപ്പെടെ 27 പേരുടെ വിവരങ്ങളാണ് നിലവിൽ തേടിയിട്ടുള്ളത്. എല്ലാവരെയും നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് വിജിലൻസിന്റെ നീക്കം. ASP കുറുപ്പ്, തിരുവാഭരണം കമ്മീഷണർ ശില്പി, വെങ്കടേഷ് എന്നിവരെല്ലാം വിളിച്ചു വരുത്തുമല്ലേ സായ്കുമാർ? ഈ വിവരങ്ങൾ SITയുടെ കയ്യിലുള്ളതെല്ലാം വിജിലൻസിന് ലഭിക്കണം. ഒപ്പം വിജിലൻസിന്റെ ചോദ്യം ചെയ്യലിൽ ലഭിക്കാൻ പോകുന്ന വിവരങ്ങൾ, അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? തീർച്ചയായും റോഷ്നി, ഇതിലിപ്പോൾ അന്വേഷണം അതിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ശബരിമലയിലെ കൊടിമരക്കൊള്ളയിലും ആ അന്വേഷണം വ്യാപിക്കുകയാണ്. ഇപ്പോൾ വിജിലൻസിനാണ് ഹൈക്കോടതി അതിൻ്റെ ചുമതല കൊടുത്തത്. കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ സംഘം രൂപീകരിച്ച് വളരെ വിദഗ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അടക്കം അതിൽ ഉൾപ്പെടുത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് ആ അന്വേഷണം നടക്കുന്നത്. അതിൻ്റെ അന്വേഷണ വിവരങ്ങളും ആ അന്വേഷണ സംഘം ഫോം ചെയ്തതൊക്കെ നമ്മൾ കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നു. ഇപ്പോൾ ആ അന്വേഷണത്തിലേക്ക് വിജിലൻസ് കടന്നിരിക്കുകയാണ്. രേഖകൾ ആവശ്യപ്പെട്ട് SITക്ക് കത്ത് നൽകിയിരിക്കുകയാണ് വിജിലൻസ്. അതിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കായി സംഭാവന നൽകിയ ആളുകളുടെ വിവരങ്ങൾ തങ്ങൾക്ക് വേണം, അവർ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും വിജിലൻസ് പരിശോധിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ്, സെലിബ്രിറ്റികളായിട്ടുള്ള സിനിമാ താരങ്ങളടക്കമുള്ള നിരവധി ആളുകൾ ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും കൃത്യമായി രേഖപ്പെടുത്തുകയോ അവർക്ക് റെസീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ നൽകുകയും ചെയ്തില്ല. അങ്ങനെ 27 ആളുകളുടെ വിവരങ്ങൾ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിവരങ്ങൾ ലഭിച്ചാൽ ഈ 27 പേരെയും നേരിൽ കണ്ട് മൊഴിയെടുക്കാനാണ് ഇപ്പോൾ വിജിലൻസ് ഒരുങ്ങുന്നത്. അപ്പോൾ ആ കൃത്യമായി അവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കും. എങ്ങനെയാണ് അവർ ഈ സംഭാവന നൽകിയത്, അത് സംഭാവന നൽകിക്കഴിഞ്ഞ് ആരാണ് ഈ സംഭാവനയ്ക്ക് വേണ്ടി അവരെ ബന്ധപ്പെട്ടത്, അതിൻ്റെ ഇടനിലക്കാരൻ ആരാണ്, എങ്ങനെയാണ് അവർ ആ സംഭാവന നൽകിയത്, അതിനുശേഷം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള
റെസിപ്റ്റ് കിട്ടിയെന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അന്വേഷിക്കാനുണ്ട്. അതോടൊപ്പം എസ് പി കുറുപ്പ്, തിരുവാഭരണം കമ്മീഷണർ ശില്പി വെങ്കടേഷ് എന്നിവരെയും വിളിച്ചു വരുന്നത്. ഇതിൽ എസ് പി ആയിട്ടുള്ള കുറുപ്പിന്റെ ഇടപെടലാണ് വളരെയധികം ദുരൂഹമുണ്ട് എന്ന് നമ്മൾ ഇന്നലെ തന്നെ പറയുകയും ചെയ്തു. ആ വിവരങ്ങൾ കൂടി ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തും. വിജിലൻസ് അവരെ വിളിച്ചു വരുത്തും. എസ് പി കുറുപ്പ്, അതോടൊപ്പം തിരുവാഭരണ കമ്മീഷണർ ശില്പി വെങ്കടേഷ് എന്നീ ആളുകളെ കൂടി ഇപ്പോൾ വിളിച്ചു വരുത്താൻ തീരുമാനമുണ്ട്. ഇതിലേറ്റവും പ്രധാനം അന്വേഷണം വേഗത്തിലാക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഉന്നത തലത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ SIT അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തന്നെ ഈ വിജിലൻസ് അന്വേഷണവും അതിനു മുൻപ് തന്നെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഓക്കെ, സായ്കുമാറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.